കഥയെ ആരംഭിക്കുന്നത് ബൈന എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയിട്ടാണ്. അവൾ ഒരു ആഡംബ ഹോട്ടലിലേക്ക് വന്നു ചേരുകയായിരുന്നു. ലോബിയിലേക്ക് എത്തിയ നിമിഷം തന്നെ തനിക്ക് തൊട്ടടുത്തായി നിന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളെ, സ്ത്രീകളെ അവൾ ശ്രദ്ധിച്ചു. അതേസമയം ഹോട്ടലിലെ ശുചീകരണ തൊഴിലാളികൾ അവിടെ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തങ്ങളുടെ ജോലി ചെയ്യുകയായിരുന്നു. ആ നിമിഷമാണ് ബൈനയുടെ മനസ്സിൽ ഒരു സാഹസിക ബുദ്ധി ഉദിച്ചത്. ഒട്ടും മടിക്കാതെ അവൾ അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വേഷം ധരിച്ച് നേരെ ആ സുഹൃത്തുക്കളുടെ സംഘത്തിനടുത്തേക്ക് ചെന്നു. പിന്നാലെ ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് അപമാനകരമായ ഒരു കാര്യം ഉന്നയിച്ചു. മാന്യമായ കുടുംബത്തിൽ നിന്നുള്ളവളാണ് എന്ന് ഭാവിക്കുന്ന ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന മട്ടിലായിരുന്നു ബൈന ചോദിച്ചത്. അത് കേട്ട ആ പെൺകുട്ടി അമ്പരന്നു പോയി. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്തിനാണ് താൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നോ അവൾക്ക് മനസ്സിലായില്ല. ബൈന അവിടെ നിന്ന് നടന്നു നീങ്ങിയപ്പോ ഉത്തരങ്ങൾ ആവശ്യപ്പെട്ട് ആ പെൺകുട്ടി അവളുടെ പിന്നാലെ ഓടി ചെന്നു. എന്തിനാണ് തന്നെ പരസ്യമായി അപമാനിച്ചതെന്നും യഥാർത്ഥത്തിൽ ബൈന ആരാണെന്നും അവൾ തിരക്കി. ബൈന തിരിഞ്ഞു നിന്ന് തന്റെ കള്ളം കൂടുതൽ ശക്തമായി ആവർത്തിച്ചു. ആ പെൺകുട്ടിക്ക് ബൈന ആരാണെന്ന് പോലും അറിയില്ലെങ്കിൽ കൂടിയും അവൾ തന്റെ ഭർത്താവിനൊപ്പം കിടക്ക പങ്കിട്ടു എന്ന് ബൈന അങ്ങ് വെച്ചടിച്ചു. പരിഭ്രമിച്ചു പോയ ആ പെൺകുട്ടി ജാങ് വിവാഹിതനാണെന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടേയില്ല എന്നുറപ്പിച്ചങ്ങ് പറഞ്ഞു. ആ പേര് കേട്ട നിമിഷം ബൈന തന്റെ ഭാവം മാറ്റി ഹൃദയം തകർന്നവളെ പോലെ അഭിനയിച്ചു. പിന്നാലെ ആ പെൺകുട്ടിയോടായി പറഞ്ഞു, ജാങ് വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണം ഇപ്പോഴാ മനസ്സിലായത്. അവൻ നിനക്കൊപ്പം സമയം ചിലവഴിക്കുകയായിരുന്നുവല്ലേ. അതും പറഞ്ഞ് ബൈനെ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. താൻ ജാങ്ങിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും എന്നാൽ അവൻ തന്നെ വഞ്ചിച്ചുവെന്നും ബൈന തുടർന്നു പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ബൈന കൂട്ടിച്ചേർത്തു. നീ എന്താ കരുതിയത് അവൻ വലിയ പണക്കാരനാണെന്നാണോ? ഞങ്ങളുടെ കുഞ്ഞിന് 2 ജോഡി ചെരുപ്പ് വാങ്ങാൻ പോലും അവന്റെ പക്കൽ പണമില്ലായിരുന്നു. വളരെ വേദനയോടെയാണ് ബൈന ഇതൊക്കെ പറഞ്ഞത്. അത് കേട്ടതും ആ പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. താൻ ജാങ്ങിനെ കണ്ടെത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുമെന്ന് ബൈന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ ആ പെൺകുട്ടി വല്ലാതെ ഭയന്നു. സത്യം പുറത്തറിഞ്ഞ താൻ പൊതുസമൂഹത്തിൽ നാണം കെടുമെന്നോർത്ത് ഒരു സീനുണ്ടാക്കരുത് എന്നവൾ ബൈനയോട് അപേക്ഷിച്ചു. ഇത് തടയാൻ തന്റെ പക്കലുള്ള ഹാൻഡ് ബാഗിലെ പണമെടുത്ത് അവൾ ബൈനയ്ക്ക് കൊടുത്തു. കൂട്ടത്തിൽ വളയും ധരിച്ചിരുന്ന ഹൈഹീൽ ചെരുപ്പുകൾ പോലും അവൾ ബൈനയ്ക്ക് കൈമാറി. ജാങ്ങുമായുള്ള എല്ലാ ബന്ധവും താൻ അവസാനിപ്പിക്കാമെന്ന് ആ പെൺകുട്ടി ബൈനയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഈ രഹസ്യം ബൈന മനസ്സിൽ സൂക്ഷിക്കണം എന്നും ബൈനയോട് അവൾ കിഞ്ചി പറഞ്ഞു. എല്ലാം സമ്മതിച്ച ബൈന കരയുന്ന പോലെ അഭിനയിച്ച് അവിടെ നിന്ന് നടന്നുപോയി. പക്ഷേ ഉള്ളിലവൾ അതീവ സന്തുഷ്ടയായിരുന്നു. അവളുടെ പദ്ധതി കൃത്യമായി വിജയിച്ചിരിക്കുന്നു. അതാകട്ടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ബൈന യാഥാർത്ഥ്യത്തിൽ ഒരു തട്ടിപ്പുകാരിയാണ്. ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടാൻ അവൾക്ക് വല്ലാത്തൊരു മികവ് തന്നെയുണ്ട്. അല്പസമയത്തിനു ശേഷം 2 സ്ത്രീകൾ അവൾ താമസിക്കുന്നിടത്ത് ബൈനയെ കാണാൻ വന്നു. അഭിനയത്തിന്റെയും ആളുകളെ പറ്റിക്കുന്നതിന്റെയും കാര്യത്തിൽ ബൈനയെ വെല്ലാൻ ആരുമില്ലെന്ന് അവർ അവളെ പുകഴ്ത്തി. തങ്ങളെക്കാൾ മിടുക്കിയെന്ന് ബൈനയെ വിളിച്ച് അവർ അവളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ ബൈനയ്ക്ക് എതിർപ്പില്ലായിരുന്നു. പക്ഷേ അവൾ ഒരു കാര്യം വ്യക്തമാക്കി, കുട്ടികളെയോ പ്രായമായവരെയോ ഞാനൊരിക്കലും പറ്റിക്കില്ല. അവളുടെ ആ നിലപാട് ആ 2 സ്ത്രീകളെ ചൊടിപ്പിച്ചു. തങ്ങളുടെ ഈ തട്ടിപ്പിന്റെ ലോകത്ത് അത്തരത്തിൽ നിയമങ്ങളൊന്നുമില്ലെന്നും തങ്ങളുടെ തട്ടിപ്പിന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ നീക്കം ചെയ്യുമെന്നും അവർ ബൈനയോട് പറഞ്ഞു. അന്ന് രാത്രി തന്റെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് പോലീസ് എത്തിയിരിക്കുന്നത് ബൈന ശ്രദ്ധിച്ചു. അതിനു പിന്നിൽ ആരായിരിക്കുമെന്നും ബൈനയ്ക്ക് ഊഹിക്കാമായിരുന്നു. ഒട്ടും വൈകാതെ അവൾ തന്റെ പ്രധാനപ്പെട്ട സാധനങ്ങളും ബാഗിലാക്കി എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അവൾ തന്റെ മാതാപിതാക്കളുടെ ശവകുടീരം സന്ദർശിച്ചു. അവരുടെ വേർപാടിന് ശേഷം താൻ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും അവൾ അവിടെ പങ്കുവെച്ചു. സംസാരിക്കുന്നതിനിടയിൽ അവളുടെ ശബ്ദമിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. തനിക്ക് ജോലിയൊന്നുമില്ലെന്നും ഈ ലോകത്താരുമില്ലെന്നും അവൾ ഏറ്റുപറഞ്ഞു. സത്യത്തിൽ ബായ്ജിയ എന്ന പേരിൽ അവൾക്കൊരു സഹോദരിയുണ്ടായിരുന്നു. മൂത്ത സഹോദരി. അവളെ ഇനി താൻ ഒരിക്കലും കാണില്ലെന്ന് ബൈന സത്യം ചെയ്തിരുന്നു. അവളോട് വഴക്കിട്ടതിനാലായിരുന്നു അത്. കൃത്യം ആ സമയത്ത് സഹോദരിയുടെ ഫോൺ കോൾ ബൈനയെ തേടിയെത്തി. ബൈന ആ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിലും തുടർച്ചയായി വീണ്ടും കോളുകൾ വന്നു. സഹോദരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ ആ കോൾ എടുത്തു. സഹോദരി വിളിച്ചത് താനുടൻ വിവാഹിതയാവാൻ പോകുന്നു എന്ന വിവരമറിയിക്കാനായിരുന്നു. അത് കേട്ടതും ബൈന ഞെട്ടിപ്പോയി. സന്തോഷിക്കുന്നതിന് പകരം തന്നെ ഒഴിവാക്കാനാണ് തന്റെ സഹോദരി വിവാഹം കഴിക്കുന്നത് എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ദേഷ്യവും വിഷമവും കൊണ്ട് താൻ അവളുടെ വിവാഹത്തിന് വരില്ലെന്ന് പറഞ്ഞ് ബൈന ഫോൺ കട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞ്
ബൈന ഒരു ബോട്ടിൽ മറ്റൊരു നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. സീറ്റിലിരുന്നതും തളർച്ച കാരണം അവൾ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അല്പസമയത്തിനു ശേഷം ഫാങ് യാവോങ് എന്ന യുവാവ് അവളുടെ തൊട്ടുമുന്നിലെ സീറ്റിൽ വന്നിരുന്നു. അവൻ തന്റെ ബാഗിൽ നിന്ന് ഒരു റിംഗ് ബോക്സ് എടുത്ത് അതിലെ മോതിരത്തിലേക്ക് പുഞ്ചിരിയോടെ നോക്കി. അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് പ്രപ്പോസൽ നടത്തുന്ന നിമിഷം അവൻ അതിലേക്ക് നോക്കി സ്വപ്നം കാണുകയായിരുന്നു. ആ സമയത്തായിരുന്നു അതുവഴി മറ്റു 2 യാത്രക്കാർ നടന്നുപോയത്. യാദൃച്ഛികമായി അവർ അവനെ തട്ടി. അതോടെ അവന്റെ കയ്യിലിരുന്ന മോതിരം തെറിച്ച് ബൈനയിരുന്ന സീറ്റിന്റെ താഴേക്ക് വീണു. പരിഭ്രാന്തനായ യാവോങ് ഫോണിലെ ടോർച്ച് തെളിയിച്ച് സീറ്റിനടിയിൽ തിരയാൻ തുടങ്ങി. തന്റെ കാലിനടുത്തെ ചലനം കണ്ട് ബൈന പെട്ടെന്ന് ഞെട്ടിയുണർന്നു. തന്റെ കാലിനടുത്ത് ഫ്ലാഷ് ലൈറ്റും ഓൺ ചെയ്ത് ഒരു യുവാവ് ഇരിക്കുന്നത് കണ്ടപ്പോ അവൾ അത് തെറ്റായി ചിന്തിച്ചു. അവനെന്തോ താഴെ നിന്നും തന്റെ ഫോട്ടോ എടുക്കാനോ മറ്റോ നോക്കുകയാണ്. ഒരു വിശദീകരണവും കേൾക്കാൻ നിൽക്കാതെ ബൈന പൊട്ടിത്തെറിച്ചു. അവൾ അവനെ ശകാരിക്കുകയും വഴക്കുണ്ടാക്കുകയും അപമാനിക്കുകയും യാത്രക്കാരുടെ മുന്നിലിട്ട് തല്ലുകയും ചെയ്തു. അതോടെ ബോട്ടിൽ വലിയ ബഹളമായി. വൈകാതെ ബോട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈനയെയും യാവോങ്ങിനെയും പിടികൂടി ചോദ്യം ചെയ്യാനും മറ്റും ആരംഭിച്ചു. ഉദ്യോഗസ്ഥൻ യാവോങ്ങിന്റെ പേര് ചോദിച്ചു. പേര് ചോദിച്ചതും പേര് പറഞ്ഞ അവൻ ആ മോതിരം തന്റെ കുടുംബത്തിൽ പാരമ്പര്യമായി കൈമാറി വരുന്നതാണെന്നും താനെന്ന് ഒരാളോട് വിവാഹാഭ്യർത്ഥന നടത്താൻ ഇരുന്നതാണെന്നും ആ മോതിരമെടുക്കാനാണ് താൻ താഴെ തിരച്ചിൽ നടത്തിയത് എന്നുമൊക്കെ അവൻ വിശദീകരിച്ചു. താനൊരു മാന്യനാണെന്നും തന്റെ അച്ഛൻ തങ്ങളുടെ നാട്ടിലെ മേയറായിരുന്നു, നാട്ടിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് തന്റേത് എന്നുമൊക്കെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥനാകട്ടെ അവന്റെ കഥ കേൾക്കാൻ താല്പര്യമേയില്ലായിരുന്നു. പേര് മാത്രം പറഞ്ഞാൽ മതിയെന്നും നിന്റെ ജീവചരിത്രമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്നുമായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പിന്നാലെ ബൈനയോട് എന്തു ചെയ്യണം എന്ന് ആ ഉദ്യോഗസ്ഥൻ തിരക്കി. പരാതി നൽകുകയാണെങ്കിൽ ബോട്ടെടുത്ത തുറമുഖത്തടക്കുമ്പോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൈമാറാം എന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് എന്ന വാക്ക് കേട്ടതും ബൈനയൊന്ന് പരിഭ്രമിച്ചു. അവളുടെ മുഖം വിളറി. പരാതിയൊന്നും വേണ്ടെന്നും അവനെയൊന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചാ മതി എന്നുമായിരുന്നു അവൾ പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ അത് സമ്മതിക്കുകയും 2 പേരുടെയും ടിക്കറ്റുകൾ വാങ്ങി പരിശോധിക്കുകയും ചെയ്തു. ബൈനയുടെ ടിക്കറ്റ് കണ്ടപ്പോ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്റെ ഭാവം മാറി. അവളുടേത് എക്കണോമി ക്ലാസ്സിലെ ടിക്കറ്റ് ആയിരുന്നു. എന്നിട്ടും അനുവാദമില്ലാതെ അവൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുകയാണ്. അതിന്റെ പേരിൽ ഇടപെട്ട ഉദ്യോഗസ്ഥൻ അവളെ എക്കണോമി ക്ലാസ്സിലേക്ക് മാറ്റി. യാവോങ് തിരികെ തന്റെ അടുത്ത് വന്നിരുന്നു. മോതിരം നോക്കിയിരുന്നു. ആ സമയം ബോട്ടിലുള്ള മറ്റൊരാൾ കൂടി അവന്റെ മോതിരം ശ്രദ്ധിച്ചിരുന്നു. യാവോങ് ശൗചാലയത്തിൽ പോവാൻ എഴുന്നേറ്റപ്പോ ആ മനുഷ്യൻ മനഃപൂർവ്വം അവനെ ഒന്നുവന്ന് തട്ടി. അയാൾ മോതിരം മടിച്ചു മാറ്റുകയാണെന്നുറപ്പ്. ദൂരെ നിന്ന് ഇത് നോക്കിക്കണ്ട ബൈനയ്ക്ക് അതിൽ തന്നെ പന്തികേട് തോന്നിയിരുന്നു. വർഷങ്ങളായുള്ള തന്റെ പരിചയം വെച്ച് അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് അവൾക്കുടൻ മനസ്സിലായി. അടുത്ത തുറമുഖത്ത് ബോട്ട് നിർത്തിയപ്പോ സംശയാസ്പദമായി അവൾ നോക്കിക്കണ്ട വ്യക്തി അവിടെ പുറത്തിറങ്ങുന്നതും ബൈന ശ്രദ്ധിച്ചു. ബൈന ഒട്ടും മടിച്ചില്ല. അവിടെ ഇറങ്ങി അവനെ പിന്തുടർന്നു. അവനെ സമീപിച്ച് തന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആ വഴി വരുന്നുണ്ടെന്നും നിങ്ങളുടെ കൂടെ നിർത്തി എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്നും അവൾ ആവശ്യപ്പെട്ടു. മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാളുടെ കോട്ട് വാങ്ങി അവൾ ധരിച്ചു. വളരെ പെട്ടെന്ന് ആ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന യാവോങ്ങിന്റെ മോതിരം അവൾ കൈക്കലാക്കി. തൊട്ടുപുറകെ ഭീഷണി ഒഴിഞ്ഞെന്ന് പറഞ്ഞ് കോട്ട അയാൾക്ക് തിരികെ കൊടുത്ത് അവൾ തുറമുഖത്തേക്കെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും ബോട്ട് പോയി കഴിഞ്ഞിരുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ബൈനക്ക് മനസ്സിലായി. അവൾ പരിഭ്രാന്തിയിലുമായി. യാവോങ്ങുമായി അവൾ ഇതിനകം തന്നെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ആ മോതിരം ഇനി അവളുടെ കയ്യിൽ കണ്ടെത്തിയാൽ പോലീസിനോട് എന്തു പറഞ്ഞാലും അതവളുടെ തലയിലാകും. അതേസമയം മറ്റൊന്നുകൂടി നടന്നിരുന്നു. നേരത്തെ ബോട്ടിൽ നടന്ന ബഹളത്തിനിടയിൽ ബൈനയുടെ അച്ഛന്റെ ഫോട്ടോ യാവോങ്ങിന്റെ ബാഗിൽ വീണുപോയി. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായിരുന്നു അത്. നിലവിലിപ്പോൾ അവളുടെ വിലപ്പെട്ട വസ്തു അവന്റെ കയ്യിലും അവന്റെ കുടുംബസ്വത്തായ മോതിരം അവളുടെ കയ്യിലുമകപ്പെട്ടു. മറ്റു വഴികളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതും ബൈന അവിടുത്തെ അധികൃതരെ സമീപിച്ചു. പക്ഷെ അവരാകട്ടെ ബൈനയ്ക്കടുത്ത് പോലീസിൽ പരാതിപ്പെടാനായിരുന്നു പറഞ്ഞത്. വീണ്ടും പോലീസ് എന്ന വാക്ക് കേട്ടതോടെ അവളാകെ വല്ലാതായി. എന്തു ചെയ്യണം എന്നവൾ ഇരുത്തിയാലോചിച്ചു. ഒടുവിൽ യാവോങ് താമസിക്കുന്ന കിയാൻഫോങ് ദ്വീപിലേക്ക് നേരിട്ട് പോകാൻ അവൾ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് യാവോങ് തന്റെ കുടുംബചരിത്രം വിവരിച്ചപ്പോ അവൾ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവൾ ആ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. ദ്വീപിലെത്തിയ ബൈന ഒരു ബ്യൂട്ടി പാർലറിൽ വെച്ച് 2 മുതിർന്ന സ്ത്രീകളെ കണ്ട് സംസാരിച്ചു. ഫാങ് യാവോങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോ അവരെ ചിരിച്ചുകൊണ്ട് ആ പേരുറക്ക വിളിച്ചു. ബീനയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ഭാഗത്തു നിന്നും ഒരേ സമയം ആ പേരിന് മറുപടികൾ വന്നു. പിന്നെയാണ് വ്യക്തമാകുന്നത് ആ ദ്വീപിൽ ഫാങ് യാവോങ് എന്നത് വളരെ സാധാരണമായ പേരാണ്. എല്ലാ വീട്ടിലും ആ പേരിൽ ഒരാളുണ്ടാകും. പിന്നാലെ അവര് ഏത് ഫാങ് യാവോങ്ങിനെയാണ് അവൾ തിരയുന്നത് എന്നെടുത്തു ചോദിച്ചു. നേരത്തെ കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
മുൻ മേയറുടെ മകനെയാണ് എന്ന് ബൈന വ്യക്തമാക്കി. അതോടെ അവർക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. പുറകെ ഒരു ഓട്ടോറിക്ഷയിൽ ബൈന യാവോങ്ങിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ആദ്യം ആ വീടിന്റെ അകത്തെ കൂടി പോയി വീട്ടുകാരോട് വിവരം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ബൈന അങ്ങോട്ടേക്ക് കയറി ചെന്നു. അവിടെ എത്തിയതും ആ ഓട്ടോക്കാരൻ തന്നെ ബൈനയെ ഫാങ് കുടുംബത്തിന് പരിചയപ്പെടുത്തി. ബൈനയുടെ വിരലിൽ അണിഞ്ഞിരിക്കുന്ന കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തായ ആ മോതിരം കണ്ടതോടെ അവൾ യാവോങ്ങിന്റെ കാമുകിയാണെന്ന് ഫാങ് കുടുംബം അങ്ങ് ഉറപ്പിച്ചു. വളരെ സ്നേഹത്തോടെയും കൗതുകത്തോടെയും സന്തോഷത്തോടെയും അവർ അവളെ സ്വീകരിക്കാൻ തുടങ്ങി. ബൈനയാകട്ടെ ഇതൊക്കെ കണ്ടാകെ പരുങ്ങലിലായിരുന്നു. അവൾ സത്യം പറയാൻ ശ്രമിച്ചു. തനിക്ക് യാവോങ്ങുമായി ഒരു ബന്ധവുമില്ലെന്നും മോതിരം തിരികെ ഏൽപ്പിക്കാൻ വന്നതാണെന്നും അവൾ പറഞ്ഞു. പക്ഷേ അവർ തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കത്തിലാണ് എന്നായിരുന്നു ഫാങ് കുടുംബം ചിന്തിച്ചത്. അല്ലാതെ ആ മോതിരം അവളുടെ പക്കൽ കിട്ടാൻ മറ്റൊരു വഴിയുമില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു. നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ബൈനാകെ സമ്മർദ്ദത്തിലായി. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബൈന തീരുമാനിച്ചു. ആ സമയം യാവോങ്ങിന്റെ സഹോദരി യാവോയ് വന്ന് ബൈനയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവളുടെ കാലു പിടിച്ച് തന്റെ ചേട്ടൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമെന്നും അവന് ബൈനയെ അത്രമേൽ ഇഷ്ടമാണെന്നും അവൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു. ബൈന ആകെ അങ്കലാപ്പിലായി. വീട്ടിലെല്ലാവരും അവൾ യാവോങ്ങിന്റെ കാമുകിയെന്ന് ചിന്തിച്ച് അവളോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സംഘർഷം അങ്ങനെ മുറുകി വരുന്നതിനിടയിൽ പെട്ടെന്ന് യാവോങ്ങിന്റെ അച്ഛൻ മിസ്റ്റർ ഫാൻ അവിടെ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കണ്ടതോടെ ബൈനക്ക് അവിടെ നിന്ന് പോവാൻ പറ്റാത്ത അവസ്ഥയായി. താൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ബൈന അവിടെ നിന്നു. അതേസമയം നഗരത്തിൽ യാവോങ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളെ ഒരു മാജിക് ഷോയ്ക്ക് കൊണ്ടുപോയ അവൻ ഒരു കാർട്ടൂൺ വേഷം ധരിച്ച് അവൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി സ്റ്റേജിൽ കയറി. സ്റ്റേജിൽ വെച്ച് അവൻ മാസ്ക് മാറ്റി കാണികൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവളെ പ്രപ്പോസ് ചെയ്യാൻ അവൻ ശ്രമിച്ചു. മോതിരപ്പെട്ടി തുറന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പെട്ടി ശൂന്യമായിരുന്നു. മോതിരം നഷ്ടപ്പെട്ടതറിഞ്ഞതും യാവോങ് തകർന്നുപോയി. കാമുകിയുടെ മുഖമാകട്ടെ ആകെ മാറിയിരുന്നു. മറുവശത്ത് ഫാങ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ എത്തിയിരുന്ന ബൈന ആരും കാണാതെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ എല്ലാ വഴികളിലും ഫാങ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. പരിഭ്രമിച്ചു നടന്നിയവൾ അറിയാതെ ഗൈനക്കോളജി വിഭാഗത്തിലെത്തപ്പെട്ടു. അവിടുത്തെ ഡോക്ടർ മറ്റൊരു രോഗിയെ പരിശോധിക്കുകയായിരുന്നു. മുറിയിലേക്ക് കടന്നെത്തിയ അവളെ ഡോക്ടർ സംശയത്തോടെ നോക്കി. ആ സമയം താൻ ആ രോഗിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. എന്നാൽ ഡോക്ടർ അവളെ തടഞ്ഞു നിർത്തി. 3 മാസം ഗർഭിണിയായിരിക്കുമ്പോ ഗർഭഛിദ്രം നടത്തുന്നത് ശരിയല്ലെന്നും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. നേരത്തെ വന്ന രോഗിയുടെ ബന്ധുവാണെന്നായിരുന്നു ഡോക്ടർ ചിന്തിച്ചിരുന്നത്. അവിടുണ്ടായിരുന്ന യാവോങ്ങിന്റെ അമ്മായിയും ഓട്ടോറിക്ഷ ഡ്രൈവറും ഡോക്ടറുടെ ആ പറച്ചിൽ കേട്ടിരുന്നു. അതോടെ ബൈന 3 മാസം ഗർഭിണിയാണെന്നും യാവോങ്ങുമായി വഴക്കിട്ട് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നും അവരങ്ങ് തെറ്റിദ്ധരിച്ചു. അതോടെ അവർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതീവ ശ്രദ്ധയോടെ പരിചരിക്കാൻ ആരംഭിച്ചു. യാവോങ് വന്നാലുടൻ എല്ലാം സംസാരിക്കാമെന്നും വീട്ടുകാർ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് യാവോങ്ങിന്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. ബൈനയാണെങ്കിൽ ആകെ കിളിപാറിയിരിക്കുകയായിരുന്നു. യാവോങ്ങിനെ ഫോൺ വിളിച്ച അച്ഛൻ ഉടൻ തന്നെ വീട്ടിലേക്ക് വരാൻ അവനോട് ദേഷ്യത്തിൽ ആവശ്യപ്പെട്ടു. എന്താ കാര്യമെന്ന് യാവോങ്ങിനും മനസ്സിലായില്ല. യാവോങ് അതറിയാൻ തന്റെ സഹോദരിയെ വിളിച്ചു. അവന്റെ കാമുകിയെന്ന് അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്നും അവൾ കുടുംബമോതിരമാണ് ധരിച്ചിരിക്കുന്നതെന്നും അവൾ ഗർഭിണിയാണെന്നും സഹോദരി അവനോട് പറഞ്ഞു. അതോടെ എന്തോ വലിയ ചതി നടക്കുന്നുണ്ട് എന്നായിരുന്നു യാവോങ് ചിന്തിച്ചത്. ഉടൻ തന്നെ അവൻ നാട്ടിലേക്ക് തിരിച്ചു. അന്ന് രാത്രിയിൽ ബൈനയാകട്ടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ജനലിലൂടെ ബെഡ്ഷീറ്റ് കെട്ടി താഴേക്കിട്ട് അതുവഴി തൂങ്ങിയിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി അവൾ ശ്രമിച്ചു. എന്നാൽ താഴത്തെ മുറിയിൽ മുത്തശ്ശി ഉണ്ടായിരുന്നു. ജനൽ തുറന്നിരുന്ന മുത്തശ്ശി ഇത് കാണുന്നുമുണ്ടായിരുന്നു. മറ്റു വഴിയില്ലാതെ ബൈനയ്ക്ക് മുകളിലേക്ക് കയറേണ്ടി വന്നു. ആ സമയമാണ് വാതിലാരോ തട്ടിയത് കേട്ടത്. ബൈന വേഗത്തിൽ പിടിച്ചു കയറി മുകളിലെത്തി വാതിൽ തുറന്നു. വാതിലിന് മുമ്പിൽ യാവോങ്ങിന്റെ സഹോദരി യാവോയി പാലുമായി വന്നു നിൽക്കുന്നു. ബൈനയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ആ ശ്രമത്തിൽ തൂങ്ങിപ്പിടിച്ച് കയറിയതുകൊണ്ടും മറ്റും ആകെ വിയർത്തു നിൽക്കുകയായിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് അവൾ ചോദിച്ചപ്പോ വ്യായാമം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. ഗർഭകാലത്ത് ഇങ്ങനെ ഒരുപാട് എക്സസൈസ് ഒന്നും ചെയ്യരുതെന്ന് യാവോയി സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. അതുവരെ ആരിൽ നിന്നും അവൾക്ക് അത്തരം സ്നേഹമൊന്നും ലഭിച്ചിട്ടില്ല. ആ പരിഗണനയും സ്നേഹവുമൊക്കെ അവളുടെ ഉള്ളുലയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഫാങ് കുടുംബം ബൈനയെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു.
ഉണ്ടായിരുന്നു. അവർ അവൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകുകയും അവൾ ആവശ്യത്തിന് വിശ്രമിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അവൾ ഒറ്റപ്പെടുന്നില്ല എന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്തു. കുറച്ചായി ആ വീടിന്റെ സ്നേഹവും ഊഷ്മളതയും ബൈനയുടെ ജീവിതത്തിൽ കുറച്ചായി അവൾ അനുഭവിച്ചിരുന്ന ഒരു ശൂന്യത തന്നെ ഇല്ലാതാക്കി. അവൾ യാവോങ്ങിന്റെ അച്ഛനെ അച്ഛനെന്ന് വിളിക്കാൻ തുടങ്ങി. ആ ഒരു വാക്ക് അദ്ദേഹത്തെ അഗാധമായി സ്പർശിച്ചു. ബൈന വീട്ടുജോലികളിൽ സഹായിക്കാനും ചിലപ്പോൾ മുത്തശ്ശിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുക്കാനും ആരംഭിച്ചു. ആ കുടുംബവും അതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലായി മാറി. താൻ ആ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് അവൾക്ക് തന്നെ തോന്നിത്തുടങ്ങി. പക്ഷെ ആ സന്തോഷവും സമാധാനവും ഒന്നും അധികകാലം നീണ്ടുനിന്നില്ല. യാവോങ് ഒടുവിൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ നിമിഷം ഒക്കെയും മാറിമറിഞ്ഞു. തന്റെ കുടുംബത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവൻ ബൈനയെ നോക്കി. അവൾ തന്റെ കാമുകിയല്ലെന്നും അവളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവൻ തറപ്പിച്ചു പറഞ്ഞു. ബൈന പതുക്കെ അത് സമ്മതിച്ചു. താൻ ആരുമല്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങി. പക്ഷേ യാവോങ് ആകട്ടെ അവിടം കൊണ്ട് നിർത്തിയില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ ബൈനയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും തന്റെ കാമുകി യുവൻ എന്ന മറ്റൊരു പെൺകുട്ടിയാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ട ബൈനയുടെ ഉള്ളിൽ പുതിയൊരു തന്ത്രം ഉദിച്ചു. അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് അവന് നേരെ തിരിഞ്ഞ് കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു. താനൊരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലെന്നും യാവോങ് മറ്റൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തതുകൊണ്ട് അവന്റെ സന്തോഷത്തിനു വേണ്ടി താൻ മാറി നിൽക്കാൻ തീരുമാനിച്ചതാണെന്നുമായിരുന്നു അവൾ അപ്പോൾ പറഞ്ഞത്. യാവോങ് തന്നെ വഞ്ചിച്ചതാണെന്ന രീതിയിൽ അവൾ കാര്യങ്ങളങ്ങ് അവതരിപ്പിച്ചു. ബൈനയുടെ വയറ്റിലുള്ള കുട്ടി തന്റേതല്ലെന്ന് യാവോങ് അങ്ങ് തറപ്പിച്ചു പറയാൻ തുടങ്ങി. അതുകൊണ്ടതും കുടുംബത്തിന്റെ ദേഷ്യമങ്ങ് ഇരട്ടിച്ചു. അവർ അവനെ രൂക്ഷമായി ശകാരിച്ചു. ആ ബഹളത്തിനിടയിൽ ബൈന മുന്നോട്ട് വന്ന് തന്റെ ശരീരം കൊണ്ട് യാവോങ്ങിനൊരു കവചമായി നിന്നു. യാവോങ് ഇത്രയൊക്കെ അവളെ അപമാനിച്ചിട്ടും അവൾ അവനെ അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു. ആ പെങ്കുച്ച് എന്ത് സ്നേഹത്തോടെ അവനെ നോക്കുന്നത് എന്ന് അവളെ നോക്കി സഹതപിച്ചു. അതോടെ കുടുംബം അവനെതിരെ പൂർണ്ണമായി തിരിഞ്ഞു. അവനെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഫോൺ കുടുംബം യാവോങ്ങിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. താൽക്കാലികമായി പുറത്ത് ഡ്രൈവർക്കൊപ്പം അവന് താമസിക്കേണ്ടി വന്നു. മറുവശത്ത് ബൈന തന്റെ മുറിയിലേക്കെത്തി. അവിടെ അവൾ വിജയലഹരിയിലായിരുന്നു. യാവോങ്ങിനോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞെന്നൊരു സന്തോഷം അവൾക്കുള്ളിൽ നിറഞ്ഞു. അവൾ മുറിക്കുള്ളിൽ നൃത്തം ചെയ്തു. അധികം വൈകാതെ ബൈന വീണ്ടും യാവോങ്ങിനെ എതിരിട്ടു. ഇത്തവണ അവന്റെ ബാഗിൽ അബദ്ധത്തിൽപ്പെട്ട് തന്റെ അച്ഛന്റെ ഫോട്ടോ തിരികെ നൽകണം എന്നവൾ ആവശ്യപ്പെട്ടു. പക്ഷേ തന്റെ പക്കൽ അങ്ങനൊന്നുമില്ലെന്നായിരുന്നു അവന്റെ മറുപടി. ആ മറുപടി ബൈനയെ ചൊടിപ്പിച്ചു. അവർ തമ്മിലുള്ള തർക്കം രൂക്ഷമായി. ദേഷ്യത്തിൽ ബൈന അവനെ തല്ലിയതിന്റെ ശബ്ദം ഉയർന്നും കേട്ടു. കൃത്യം ആ സമയം അത് കേട്ട ഡ്രൈവർ അങ്ങോട്ടേക്ക് വന്നു. ഉടൻ ബൈന യാവോങ് തന്നെ തല്ലിയ പോലെ അഭിനയിച്ചു. അവളുടെ ആ അഭിനയത്തിൽ അവിടുത്തെ ഡ്രൈവറും വീണു. അതോടെ അവളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന ഡ്രൈവർ അതിന്റെ പേരിൽ യാവോങ്ങിനെ തല്ലി. മറ്റൊരു വശത്ത് മിസ്റ്റർ ഫാങ് ആകട്ടെ നഗരത്തിലെ സമുദ്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സീക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു യുവാവ് പോലും മത്സരത്തിന് പേര് കൊടുത്തിരുന്നില്ല. തന്റെ മകൻ ഗ്രാമത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവനെ സമ്മതിപ്പിക്കാനായി ബൈനയും യാവോയും ചേർന്ന് യാവോങ്ങിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ വന്നപ്പോ അവനു മുമ്പിൽ വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കപ്പെട്ടിരുന്നു. ദിവസങ്ങളായി ശരിക്കും ഭക്ഷണം കഴിക്കാതിരുന്ന യാവോങ് അത് ആർത്തിയോടെ കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ബൈന മത്സരത്തിന്റെ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ ഉടൻ തന്നെ അവൻ അത് പറ്റില്ലെന്ന് പറഞ്ഞു. അവന്റെ പ്രതികരണം കണ്ട് അമ്മായി ജിന്നാകട്ടെ അവന്റെ മുന്നിലെ ഭക്ഷണം എടുത്തു മാറ്റാൻ ഉത്തരവിട്ടു. ഭക്ഷണം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ യാവോങ് ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അന്നു മുതൽ യാവോങ്ങിന്റെ പരിശീലനത്തിന്റെ പൂർണ്ണ ചുമതല ബൈന ഏറ്റെടുത്തു. അവളവനെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യിപ്പിച്ചു. കർശനമായ പരിശീലന ക്രമങ്ങൾ ഏർപ്പെടുത്തി. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ ഒന്നിച്ച് കൂടുതൽ സമയം ചിലവഴിക്കാൻ ആരംഭിച്ചിരുന്നു. അവർ പോലും അറിയാതെ അവർക്കിടയിൽ പുതിയ വികാരങ്ങൾ നാമ്പെടുത്തു. ഇരുവരും അത് തിരിച്ചറിഞ്ഞെങ്കിലും തുറന്നു പറയാൻ ഇരുവർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പ്രണയം അവർക്കിടയിൽ പൂവിട്ടു തുടങ്ങി. ഒരു ദിവസം യാവോങ് ബൈനയെ ദ്വീപിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ള മനോഹരമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ കാഴ്ച കണ്ട് ബൈന വിസ്മയിച്ചു. തനിക്ക് കഴിയുമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ട് എന്നവൾ പറഞ്ഞു. അപ്പോൾ യാവോങ് തന്റെ ഭൂതകാലം പങ്കുവെച്ചു. അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിക്ക് ഇത്തരം ശാന്തമായ ദ്വീപുകളേക്കാൾ നഗരജീവിതത്തോടായിരുന്നു താല്പര്യമെന്നും തനിക്ക് എന്നും ഈ ദ്വീപായിരുന്നു ഇഷ്ടമെന്നും അവൻ വ്യക്തമാക്കി.
ആ രാത്രി ബൈന വീട്ടിൽ തിരിച്ചെത്തിയപ്പോ പഴയ 2 തട്ടിപ്പുകാരികളായ പരിചയക്കാർ അവളെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളുടെ പഴയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാണ് അവർ അവിടെ എത്തിയിരുന്നത്. അവരോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടി ബൈന ചെന്നു. അവരുടെ ഭാവം മാറി. ബൈന ഫാങ് കുടുംബത്തെ പറ്റിക്കുകയാണെന്ന് അവർ ആരോപിക്കുകയും തങ്ങളെയും കൂടെ കൂട്ടണമെന്നും തങ്ങൾക്കതിൽ വിഹിതം വേണം എന്നവർ ആവശ്യപ്പെടുകയും ചെയ്തു. പണം നൽകിയില്ലെങ്കിൽ ബൈനയുടെ ഭൂതകാലം എല്ലാവരോടും പറയുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. അത് കേട്ട ബൈന ആകെ വല്ലാതായി. ഫാങ് കുടുംബം അപ്പോൾ അവൾക്ക് സ്വന്തം കുടുംബത്തെ പോലെയായി കഴിഞ്ഞിരുന്നു. തനിക്ക് അവരെ ചതിക്കാൻ കഴിയില്ലെന്നും താൻ അവരെ പറ്റിക്കാനല്ല ഇവിടെ നിൽക്കുന്നതെന്നും അവൾ വ്യക്തമായി പറഞ്ഞു. പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ അവർ ഒരുക്കമായിരുന്നില്ല. എന്തായാലും ആ തട്ടിപ്പുകാരികൾ അവിടെ തുടർന്നു. ഒടുവിൽ ഏറെ കാത്തിരുന്ന സമുദ്രോത്സവം ആരംഭിച്ചു. ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ മത്സരത്തിനെത്തി. മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കണ്ട് യാവോങ്ങിന് ചെറിയ ഭയം തോന്നി. തന്റെ ഊഴം വന്നപ്പോ അവൻ അവിടുത്തെ ഒരു പരമ്പരാഗത നൃത്തം അവതരിപ്പിച്ചു. അവൻ നൃത്തം ചെയ്യുമ്പോ ബൈന അരികിലിരുന്ന് വാദ്യോപകരണം കൊട്ടി അവൻ ആവേശം പകർന്നു. അവരുടെ പ്രകടനം ഗംഭീരമായിരുന്നു. കാണികൾ ആവേശത്തോടെ കൈയടിച്ചു. ഒടുവിൽ യാവോങ് സീക്കിംഗ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കിരീടം ഏറ്റുവാങ്ങാൻ തുടങ്ങിയപ്പോ ഒരാൾ എതിർപ്പുമായി മുന്നിട്ട് വന്നു. നൃത്തത്തിന് യാവോങ് മറ്റൊരാളുടെ സഹായം തേടിയത് നിയമവിരുദ്ധമാണ് എന്ന് അയാൾ വാദിച്ചു. അതും ദ്വീപിന് പുറത്തുള്ള വ്യക്തിയുടെ. അപ്പോൾ ഫാങ് കുടുംബം അഭിമാനത്തോടെ പറഞ്ഞു, ബൈന യാവോങ്ങിന്റെ ഭാവി വധുവാണ്. അവളിപ്പോൾ ഞങ്ങളുടെ കുടുംബാംഗമാണ്. അതോടെ ആ പരാതികൾ അവസാനിച്ചു. എല്ലാവരും സന്തോഷിച്ച ആ നിമിഷത്തിൽ ദ്വീപിലെ തന്റെ യാത്ര അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ബൈന തിരിച്ചറിഞ്ഞു. അവൾ തന്റെ പക്കലുണ്ടായിരുന്ന താൻ സമ്പാദിച്ച പണമെടുത്ത് അവിടെയുണ്ടായിരുന്ന തട്ടിപ്പുകാരികളുടെ കൈവശം കൊടുത്തു. ഈ പണം നിങ്ങൾക്കെടുക്കാമെന്നും ഇതെന്റെ സ്വന്തം പണമാണെന്നും ഇനി ഒരിക്കലും ഫാങ് കുടുംബത്തെ ഒരു കാര്യത്തിന്റെ പേരിലും നിങ്ങൾ ശല്യം ചെയ്യരുത് എന്നും അവൾ ആവശ്യപ്പെട്ടു. ആ സ്ത്രീകൾ അത് സമ്മതിച്ച് അവിടെ നിന്ന് പോയി. അധികം വൈകാതെ യാവോങ്ങിന് നഗരത്തിലെ സുഹൃത്തിൽ നിന്ന് ഒരു പാഴ്സൽ ലഭിച്ചു. അതിനുള്ളിൽ ബൈനയുടെ അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നൽകാൻ അവൻ ബൈനയെ തിരഞ്ഞ് മുറിയിലെത്തി. ആ സമയം അവൾ പോകാനായി പാക്കിങ്ങിലായിരുന്നു. യാവോങ് ജയിച്ചാൽ താൻ ആ ദ്വീപ് വിട്ടുപോകും എന്നവൾ മുമ്പേ തീരുമാനിച്ചിരുന്നു. പോകുന്നതിനു മുമ്പ് അവൾ ഫാങ് കുടുംബത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അവരും ദുഃഖത്തോടെയായിരുന്നു അവളുടെ ആ തുറന്നു പറച്ചിലുകൾ കേട്ടത്. എന്തായാലും ഫാങ് കുടുംബം വിട്ടിറങ്ങിയവൾ നേരെ പോയത് തന്റെ സഹോദരി ബായുടെ വിവാഹത്തിനായിരുന്നു. ബാ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് ആ സമയം ബൈന തിരിച്ചറിഞ്ഞു. ഒരിക്കലും അവളുടെ സഹോദരി അവളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അവളുടെ ഭർത്താവിനടുക്കൽ വരെ ബൈനയുടെ കാര്യം അവൾ സൂചിപ്പിച്ചിരുന്നു. നല്ലവനായ ആ മനുഷ്യനും ബൈനയെ സ്വന്തം സഹോദരിയായി സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു. എന്തായാലും തന്റെ ജീവിതത്തിൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ അതുവരെയുണ്ടായിരുന്ന അനുഭവങ്ങൾ ബൈനയെ പ്രേരിപ്പിച്ചു. തട്ടിപ്പുകൾ ഉപേക്ഷിച്ച ബൈന ഒരു ഹോട്ടലിൽ ജോലിക്ക് ചേർന്നു. മാന്യമായി ജീവിക്കാൻ ആരംഭിച്ചു. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോ അവൾ യാദർച്ഛികമായി യാവോങ്ങിനെ വീണ്ടും കണ്ടുമുട്ടി. വളരെയധികം കളർഫുൾ വേഷവും ധരിച്ച് യാവോങ് അവളുടെ മുമ്പിൽ നിൽക്കുന്നു. പണ്ട് യാവോങ്ങിന്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ബൈനയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ചേട്ടൻ എങ്ങനെയാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തതെന്ന്. അന്ന് ബൈന അവളോടൊരു കള്ളം പറഞ്ഞു. ഒരു റെസ്റ്റോറന്റിന് അടുത്ത് വെച്ച ഞങ്ങൾ കണ്ടുമുട്ടിയത്. അവിടെ വെച്ച് യാവോങ് എന്നോട് എന്തെങ്കിലും കത്തുന്ന മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഉടനവൻ എന്റെ ഹൃദയമാ കത്തുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ച് എന്റെ അടുക്കൽ പ്രപ്പോസ് ചെയ്തു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അന്ന് യാവോങ്ങിന്റെ ഫാമിലി ബൈനയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റോഡ് സൈഡിൽ ഒരു റെസ്റ്റോറന്റ് സെറ്റപ്പ് തീർത്തു. അവിടെ വെച്ച് അവൾ അന്ന് പറഞ്ഞ അതേ കള്ളക്കഥയിൽ എന്ന പോലെ യാവോങ് അവളെ പ്രപ്പോസ് ചെയ്തു. ബൈനയും സന്തോഷത്തോടെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. തമാശകൾ നിറഞ്ഞ ചെറു പുഞ്ചിരി സമ്മാനിക്കുന്ന ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ, കമന്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുമല്ലോ. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.